കിഴക്കമ്പലം മലയിടം തുരുത്തിൽ വീണ്ടും ഒഴിപ്പിക്കൽ നടപടികളിലേക്ക് ശനിയാഴ്ചയ്ക്കകം ഒഴിപ്പിക്കൽ പൂർത്തിയാക്കണമെന്ന് പെരുമ്പാവൂർ മുനിസിഫ് കോടതി ഉത്തരവിട്ടിരുന്നു. ഇതിന്റെ ഭാഗമായി ഇന്ന് അഡ്വക്കേറ്റ് കമ്മീഷൻ സ്ഥലത്തെത്തിയേക്കും. കൂടാതെ പോലീസ് നടപടികളെ സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം നടത്തണമെന്നും 3 ദിവസത്തിനകം DGP റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും ആഭ്യന്തര സെക്രട്ടറിക്ക് വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല നിർദ്ദേശം നൽകിയിരുന്നു. ഇതിലും അന്വേഷണം തുടരുകയാണ്. വിപിൻ സി വിജയൻ തന്നെ കൊച്ചിയിൽ നിന്ന് ഈ വിവരങ്ങളുമായി ചേരുകയാണ്. വിപിൻ, കഴിഞ്ഞ ദിവസം ഈ കുടിയൊഴിപ്പിക്കൽ നടപടികളുമായി ബന്ധപ്പെട്ടുണ്ടായ സംഘർഷവും തുടർ നടപടികളുമെല്ലാം നമ്മൾ കണ്ടതാണ്. വലിയ രീതിയിലുള്ള വൈകാരിക രംഗങ്ങളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഇന്നും നാളെയും 2 ദിവസമാണ് കോടതി ഉത്തരവ് പ്രകാരം ബാക്കിയുള്ളത് ഈ നടപടി പൂർത്തിയാക്കുന്നതിന് വേണ്ടി. എന്താണ് അവിടുത്തെ ഒരു സാഹചര്യം? ഒപ്പം ജനങ്ങൾക്കൊപ്പമായിരിക്കും സർക്കാർ എന്ന് ഇന്നലെ റവന്യൂ മന്ത്രി AP അനിൽകുമാർ പറയുന്നത് നമ്മൾ കണ്ടു. എന്തൊരു നിലപാട് സർക്കാരിന് ഇതിൽ എടുക്കാൻ സാധിക്കും? മലയിടം തുരത്തിലെ 7 പട്ടികജാതി കുടുംബങ്ങളെയാണ് അവിടെ നിന്ന് ഒഴിപ്പിക്കാനുള്ള കോടതി ഉത്തരവുള്ളത്. അതുകൊണ്ട് തന്നെ ആ കുടുംബങ്ങൾ വലിയ ആശങ്കയിൽ തന്നെയാണ്. ഈ 2 ദിവസം വളരെ നിർണായകവുമാണ്. നാളേക്കുള്ളിൽ ഇവരെ ഒഴിപ്പിക്കണം എന്നുള്ളതാണ് പെരുമ്പാവൂരിലെ മുനിസിപ്പൽ കോടതി ഇന്നലെ ഒരു അന്ത്യശാസനം എന്നുള്ള പോലെ തന്നെ ഉത്തരവിട്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ്. അവിടെ എത്തുകയും അവർ കോളനിക്കുള്ളിലേക്ക് ഈ പോലീസ് പ്രവേശിക്കുകയും ചെയ്യുന്നത് വരെ എത്തി. പക്ഷേ വലിയ രീതിയിലുള്ള ചെറുത്തുനിൽപ്പ് ആ കുടുംബങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. നാട്ടുകാരും അതിലൊപ്പം കൂടുന്നു. CPM-ന്റെ പിന്തുണയോട് കൂടിയാണ് ഇപ്പോൾ സമരം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പന്തൽ കെട്ടി അവിടെ CPIM സമരം നടത്തുന്നുണ്ട്. ഒപ്പം ഒഴിയില്ല എന്നുള്ള ഉറച്ച നിലപാടിൽ തന്നെ ഈ കുടുംബങ്ങളും നിൽക്കുന്നു എന്നുള്ളതാണ് നിലവിലെ സാഹചര്യം. കഴിഞ്ഞ ദിവസം അഡ്വക്കേറ്റ് കമ്മീഷനും ഏകദേശം 350ഓളം പോലീസുകാരും എത്തുകയും വലിയ സംഘർഷം ഉണ്ടാവുകയും 4.5 മണിക്കൂറിന് ശേഷമാണ് അതൊന്ന് അനുനയിപ്പിക്കാൻ സാധിക്കുകയും ചെയ്തത്. അതിൽ തന്നെ ആഭ്യന്തരമന്ത്രി നേരിട്ട് DGPക്ക് വിളിക്കുകയും അവിടെയുള്ള പോലീസിന്റെ നടപടികൾ ഉടൻ നിർത്തിവെക്കണമെന്ന് അറിയിക്കുകയുമായിരുന്നു. പക്ഷേ ഇത്തരത്തിൽ കോടതിയുടെ ഒരു ഉത്തരവുള്ള ഒരു പശ്ചാത്തലത്തിൽ ഇനി എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഒരു കൂടിയാലോചന ഇന്ന് നടക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഇന്ന് രാവിലെ തന്നെ ഒഴിപ്പിക്കൽ നടപടികളിലേക്ക് കടക്കും എന്നുള്ളതാണ് അഡ്വക്കേറ്റ് കമ്മീഷനിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരമുള്ളത്. ഇന്നും നാളേക്കുള്ളിൽ തന്നെ ഇതിൽ ഒരു തീരുമാനമെടുക്കണം എന്നുള്ളതാണ്. അപ്പോൾ അവരെ ഒഴിപ്പിച്ചതിന് ശേഷം ആ സ്ഥലം പിന്നീട് അളന്ന് തിട്ടപ്പെടുത്തണം എന്നുള്ളതാണ് നിലവിൽ കോടതിയുടെ ഒരു ഉത്തരവുള്ളത്. പക്ഷേ അവിടേക്ക് അടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് പോലീസിന്റെ റിപ്പോർട്ട്. പക്ഷേ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും രീതിയിൽ അന്ന് വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ, അതായത് കഴിഞ്ഞ ബുധനാഴ്ച വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളത് DGP ഉടൻ റിപ്പോർട്ട് സമർപ്പിക്കണം എന്നുള്ളത് കൂടി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഇതിനോടകം തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഇതിൽ എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളത് ഒരു പക്ഷേ ഇന്ന് തന്നെ അതിലൊരു കൂടിയാലോചന ചർച്ച നടക്കാനുള്ള സാധ്യതയാണ്. 7 കുടുംബങ്ങളെ അവിടെ നിന്നും മാറ്റുകയാണെങ്കിൽ അവരെവിടേക്ക് മാറ്റി പാർപ്പിക്കും, അല്ലെങ്കിൽ അതിനുള്ളൊരു സാധ്യത എന്ത് എന്നുള്ളതായിരിക്കാം പ്രാഥമിക ഘട്ടത്തിൽ നോക്കുന്നത്. സർക്കാർ ഇപ്പോൾ അധികാരത്തിലേറി ഒരാഴ്ച ആകുന്നതേ ഉള്ളൂ. അതിനുള്ളിലാണ് ഇത്ര പ്രധാനപ്പെട്ട ഒരു വിഷയം അവർക്ക് മുന്നിലേക്ക് എത്തുന്നത്. അപ്പോൾ അത് കൈകാര്യം ചെയ്യുന്നത് വളരെ സൂക്ഷിച്ച് വേണം, അല്ലെങ്കിൽ ഒരു പോലീസ് നടപടികളിലേക്ക് കടക്കുന്നത് വളരെ ശ്രദ്ധിച്ചു വേണം എന്നുള്ളത് തന്നെയാണ് സർക്കാരിന്റെ ഇതുവരെയുള്ള നിലപാട്. അതുകൊണ്ട് തന്നെ ഇന്ന് കൂടിയാലോചനകൾ നടക്കാനുള്ള ഒരു സാധ്യതയാണ് തെളിയുന്നത്. ദിൽന, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.